ഇന്നത്തെ ഈയൊരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ പഠനങ്ങളിലെ ഇന്ത്യൻ പാശ്ചാത്യ തത്വചിന്തകളെക്കുറിച്ചാണ്. നമ്മുടെ കയ്യിലുള്ളത് UGC നെറ്റ് സെറ്റ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു യൂട്യൂബ് ലെക്ചറിൻ്റെ ട്രാൻസ്ക്രിപ്റ്റാണ്. അപ്പോൾ ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെ, ആശയങ്ങളുടെ കാതൽ എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. തീർച്ചയായും ഇത് ഒറ്റയടിക്ക് നോക്കുമ്പോൾ വലിയൊരു വിഷയമാണല്ലേ. ഒരുപാട് ചിന്താധാരകൾ, പേരുകൾ, ആശയങ്ങൾ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാം. എന്നാൽ നമ്മളിവിടെ ശ്രമിക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഓർത്തുവെക്കേണ്ടതുമായ കാര്യങ്ങൾ വേർതിരിച്ചെടുക്കാനാണ്. പരീക്ഷയ്ക്ക് മാത്രമല്ല, വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും ഈ ആശയങ്ങൾ എങ്ങനെ കണക്റ്റഡ് ആണ് എന്ന് കാണാനും ഇത് നിങ്ങളെ സഹായിക്കും. വളരെ നല്ലത്. അപ്പോൾ നമുക്ക് തത്വചിന്തയുടെ ആ ഒരു ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. ഈ ഫിലോസഫി എന്ന വാക്കിന്റെ ഒറിജിനെക്കുറിച്ച് ഉറവിടത്തിൽ പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ട്. അത് ഫിലോസോഫിയ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് വരുന്നത്. ഫിലോ എന്ന് പറഞ്ഞാൽ സ്നേഹം, സോഫിയ എന്നാൽ ജ്ഞാനം. അപ്പോൾ ജ്ഞാനത്തോടുള്ള സ്നേഹം, അതാണ് അർത്ഥം. ഇത് ഓർത്തുവെക്കുന്നത് നല്ലതാ. തത്വചിന്തയെ പ്രധാനമായും 3 ശാഖകളായിട്ടാണ് ഈ ഉറവിടത്തിൽ പറയുന്നത്: മെറ്റാഫിസിക്സ്, എപ്പിസ്റ്റമോളജി, പിന്നെ ആക്സിയോളജി. ഓക്കെ, അവ ഓരോന്നും എന്താണ് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് ഒന്ന് പറയാമോ? മെറ്റാഫിസിക്സ് അത് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള പഠനമാണ്. എന്താണ് ശരിക്കുമുള്ളത്, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ഉണ്മയെന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എപ്പിസ്റ്റമോളജി അത് അറിവിനെക്കുറിച്ചാണ്. എന്താണ് അറിവ്, നമുക്കെങ്ങനെ അറിവ് കിട്ടുന്നു, ഏതാണ് ശരിയായ അറിവ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. UGC പേപ്പർ 1-നും ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ശരിയാണ്. മൂന്നാമത്തത് ആക്സിയോളജി. അത് മൂല്യങ്ങളെക്കുറിച്ചാണ്. എന്താണ് ശരി, തെറ്റ്, അതാണ് എത്തിക്സ്. എന്താണ് സൗന്ദര്യം, അത് എസ്തെറ്റിക്സ്. ഈ 3 എണ്ണമാണ് ഫിലോസഫിയുടെ അടിസ്ഥാന ശാഖകൾ. ഇവ കൂടാതെ ലോജിക്, പൊളിറ്റിക്കൽ ഫിലോസഫി ഒക്കെ ഉണ്ട്. ലോജിക് എന്ന് പറഞ്ഞാൽ യുക്തിയുടെ പഠനം. ഓക്കെ, വ്യക്തമായി. അപ്പോൾ ഇനി ഇന്ത്യൻ തത്വചിന്തയിലേക്ക് വരാം. ഇവിടെ പ്രധാനമായും 2 തരം തിരിവുകളുണ്ടല്ലോ: വേദങ്ങളെ അംഗീകരിക്കുന്നവരും അല്ലാത്തവരും. അതെ, ശരിയാണ്. വേദങ്ങളെ പ്രമാണമായി സ്വീകരിക്കുന്നവരെ ഓർത്തഡോക്സ് അല്ലെങ്കിൽ ആസ്തിക ദർശനങ്ങളെന്ന് പറയും. 6 എണ്ണമുണ്ട് പ്രധാനമായിട്ട്: ന്യായം, വൈശേഷികം, സാംഖ്യം, യോഗം, പൂർവമീമാംസ, ഉത്തരമീമാംസ അഥവാ വേദാന്തം. ഈ 6 എണ്ണവും അവയുടെ സ്ഥാപകരുടെ പേരുകളും: ന്യായം ഗൗതമൻ, വൈശേഷികം കണാദൻ, സാംഖ്യം കപിലൻ, യോഗം പതഞ്ജലി, പൂർവമീമാംസ ജൈമിനി, വേദാന്തം ബാദരായണൻ. ഇതൊന്ന് ഓർത്തുവെക്കുന്നത് പരീക്ഷയ്ക്ക് ഗുണം ചെയ്യും. എലിമിനേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാവും. നമ്മുടെ സിലബസിൽ ഇതിൽ ഏതൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം? സിലബസ് പ്രകാരം സാംഖ്യം, യോഗം, വേദാന്തം എന്നിവയ്ക്കാണ് കൂടുതൽ ഊന്നൽ. ശരി. അപ്പോൾ വേദങ്ങളെ അംഗീകരിക്കാത്തവരോ? അവരെ ഹെട്രോഡോക്സ് അഥവാ നാസ്തിക ദർശനങ്ങളെന്ന് പറയും അല്ലേ? അതെ, അതിൽ പ്രധാനപ്പെട്ടവയാണ് ചാർവാകം, ജൈനമതം, ബുദ്ധമതം എന്നിവ. ചാർവാകം എന്ന് പറഞ്ഞാൽ ലോകായതം, അതായത് ഭൗതികവാദം. വിദ്യാഭ്യാസ പഠനങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ജൈന ബുദ്ധ ദർശനങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആസ്തിക ദർശനങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നായ സാംഖ്യത്തിൽ നിന്ന് തുടങ്ങാം. കപില മഹർഷി സ്ഥാപിച്ച ഈ ദർശനത്തിന്റെ കാതൽ എന്താണ്? എന്താണതിൻ്റെ ഒരു അടിസ്ഥാനം? സാംഖ്യദർശനത്തിന്റെ അടിസ്ഥാനം എന്നത് പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ദ്വൈതഭാവമാണ്, ഒരു ഡ്യുവലിസം. പുരുഷൻ എന്ന് പറയുന്നത് ശുദ്ധമായ ബോധമാണ്, ഒരു സാക്ഷി മാത്രം. അയാൾ നിഷ്ക്രിയനാണ്. എന്നാൽ പ്രകൃതിയാണ് എല്ലാ ഭൗതിക വസ്തുക്കളുടെയും മാറ്റങ്ങളുടെയും ഒക്കെ കാരണം. പ്രകൃതി സജീവമാണ്, ആക്റ്റീവാണ്. ഈ പ്രകൃതിക്ക് 3 ഗുണങ്ങളുണ്ട്: സത്വം, രജസ്, തമസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. ആ 3 ഗുണങ്ങൾ അതെപ്പോഴും കേൾക്കുന്നതാണ്. എന്തൊക്കെയാണ് അവയുടെ പ്രത്യേകതകൾ? തീർച്ചയായും. സത്വം എന്ന് പറഞ്ഞാൽ അത് നന്മ, പ്രകാശം, സന്തോഷം, ലാഘവം ഇതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ നിറം വെളുപ്പായിട്ടാണ് പറയുന്നത്. രജസ്സാകട്ടെ പ്രവർത്തനം, ആവേശം, ചലനം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. അതിന്റെ നിറം ചുവപ്പാണ്. പിന്നെ തമസ്, അത് അജ്ഞത, ആലസ്യം, ഭാരം, ഇരുട്ട് ഇതിനെയൊക്കെയാണ് കാണിക്കുന്നത്. കറുപ്പ് നിറം സത്വത്തിന്റെ നേരെ വിപരീതമെന്ന് പറയാം.
ഈ 3 ഗുണങ്ങളുടെ ഒരു മിക്സാണ് നമ്മൾ കാണുന്ന ലോകം. സാങ്ഖ്യത്തിൽ ആ 25 തത്വങ്ങളെക്കുറിച്ചും അവയുടെ കാര്യകാരണ ബന്ധത്തെക്കുറിച്ചും ഉറവിടത്തിൽ വിശദമായി പറയുന്നുണ്ട്. അത് പരീക്ഷകളിൽ സ്ഥിരം വരുന്നൊരു ഭാഗമാണെന്നും പറയുന്നു. അതെങ്ങനെയാണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷനാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദ്യം വരാറുള്ളതാണ്. ആ 25 തത്വങ്ങളെ നമുക്ക് 4 ആയിട്ട് തിരിക്കാം. 1 കാരണമോ കാര്യമോ അല്ലാത്തത്, അതായത് നീദർ കോസ് നോർ ഇഫക്റ്റ്, അത് പുരുഷൻ മാത്രമാണ്. 2 കാരണം മാത്രം, കോസ് ഓൺലി, അത് പ്രകൃതിയാണ്. പ്രകൃതി എല്ലാത്തിനും കാരണമാണ്, പക്ഷേ അത് മറ്റൊന്നിന്റെയും കാരണമല്ല. 3 കാരണവും കാര്യവുമായവ, ബോത്ത് കോസ് ആൻഡ് ഇഫക്റ്റ്. ഇതിൽ വരുന്നത് മഹത് അഥവാ ബുദ്ധി, അഹങ്കാരം, പിന്നെ 5 തന്മാത്രകൾ: ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇവ പ്രകൃതിയിൽ നിന്ന് ഉണ്ടായതാണ്, കാരണം, എന്നാൽ മറ്റു തത്വങ്ങൾക്ക് കാരണവുമാണ്. ഓക്കേ. 4 കാരണം മാത്രം, ഇഫക്റ്റ് ഓൺലി. ഇതിലാണ് ബാക്കിയുള്ള 16 വരുന്നത്. മനസ്സ്, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, ചെവി, 5 കർമ്മേന്ദ്രിയങ്ങൾ, വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, പിന്നെ 5 മഹാഭൂതങ്ങൾ: ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇവ മറ്റൊന്നിനും കാരണമാകുന്നില്ല. ഈ വർഗീകരണം കോസ് ഓൺലി, ഇഫക്റ്റ് ഓൺലി, ബോത്ത്, നീദർ, ഇത് നന്നായി ഓർത്തുവെക്കണം അല്ലേ? ഇഫക്റ്റ് അതിന്റെ കാരണത്തിൽ മുൻപേ തന്നെ സൂക്ഷ്മരൂപത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് അതും പ്രധാനമാണ്. ശരി. സാങ്ഖ്യത്തിന്റെ ഒരു രൂപം കിട്ടി. ഇനി അടുത്ത പ്രധാനപ്പെട്ട ദർശനം യോഗം, പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ. യോഗ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് അഷ്ടാംഗയോഗമാണല്ലോ. അതെ, യോഗാദർശനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാക്ടിക്കലായിട്ടുള്ള ഭാഗം അഷ്ടാംഗയോഗമാണ്. 8 അംഗങ്ങൾ അല്ലെങ്കിൽ 8 പടികൾ. അതിന്റെ ക്രമം വളരെ പ്രധാനമാണ്. ആ ഓർഡറിൽ തന്നെ ഓർത്തിരിക്കണം. എന്തൊക്കെയാണ് ആ 8 പടികൾ? 1 യമം, സാമൂഹികമായ അച്ചടക്കങ്ങൾ, 5 എണ്ണമുണ്ട്. 2 നിയമം, വ്യക്തിപരമായ അനുഷ്ഠാനങ്ങൾ, അതും 5 എണ്ണം. 3 ആസനം, ശരീരത്തിന്റെ നില. 4 പ്രാണായാമം, ശ്വാസം നിയന്ത്രിക്കുന്നത്. ശ്വാസം ഉള്ളിലെടുക്കുന്നത് പൂരകം, നിർത്തുന്നത് കുംഭകം, പുറത്തുവിടുന്നത് രചകം അല്ലേ? അതെ അതെ. 5 പ്രത്യാഹാരം, ഇന്ദ്രിയങ്ങളെ പുറമേ നിന്ന് ഉള്ളിലേക്ക് വലിക്കുക. 6 ധാരണ, ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഏകാഗ്രത. 7 ധ്യാനം, ആ ഏകാഗ്രത തുടർച്ചയായി നിലനിർത്തുന്നത്. 8 അവസാനത്തേതുമാണ് സമാധി, ആത്യന്തികമായ അവസ്ഥ. ഈ ക്രമം തെറ്റിക്കരുത്. ഈ യമങ്ങളിലും നിയമങ്ങളിലും 5 വീതമുണ്ട് എന്ന് പറഞ്ഞു. അവ ഓർക്കേണ്ടതുണ്ടോ? പിന്നെ മനുഷ്യന്റെ ദുരിതങ്ങൾക്ക് കാരണമെന്നു പറയുന്ന ക്ലേശങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഓർത്തിരിക്കുന്നത് നല്ലതാണ്. 5 യമങ്ങൾ: അഹിംസ, സത്യം, അസ്തേയം, മോഷ്ടിക്കാതിരിക്കുക, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ആവശ്യമില്ലാത്തത് സ്വന്തമാക്കാതിരിക്കുക. നിയമങ്ങൾ: ശൗചം, ശുദ്ധി, സന്തോഷം, തപസ്, പരിശ്രമം, ആത്മനിയന്ത്രണം, സ്വാധ്യായം, സ്വയം പഠനം, വേദപഠനം, ഈശ്വരപ്രണിധാനം, ഈശ്വരനിൽ സമർപ്പിക്കുക. ഇനി ക്ലേശങ്ങൾ 5 മനുഷ്യന്റെ ദുഃഖങ്ങൾക്കുള്ള അടിസ്ഥാന കാരണങ്ങൾ. അവ: അവിദ്യ, തെറ്റായ അറിവ്, അജ്ഞത; അസ്മിത, ഞാനെന്ന ഭാവം, ഈഗോ; രാഗം, ഇഷ്ടമുള്ളതിനോടുള്ള ആസക്തി; ദ്വേഷം, ഇഷ്ടമില്ലാത്തതിനോടുള്ള വെറുപ്പ്; അഭിനിവേശം, ജീവിതത്തോടുള്ള അമിതമായ ആസക്തി അല്ലെങ്കിൽ മരണഭയം. യോഗയുടെ ലക്ഷ്യം ഈ ക്ലേശങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ്. ഓക്കെ. അടുത്തത് വേദാന്തം, ഉപനിഷത്തുകളെ അടിസ്ഥാനമാക്കിയുള്ള ദർശനം. ഇതിൽ പല ശാഖകളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനം ശങ്കരാചാര്യരുടെ അദ്വൈത വേദാന്തമാണല്ലോ. അതെ, വേദാന്ത സൂത്രം, അതിനെ ബ്രഹ്മസൂത്രം എന്നും പറയും. ബാദരായണൻ എഴുതിയതാണ്. അതിന്റെ വ്യാഖ്യാനങ്ങളിലൂടെയാണ് വിവിധ വേദാന്ത ശാഖകൾ ഉണ്ടായത്. ശങ്കരാചാര്യരുടെ അദ്വൈതം, നോൺ ഡ്യൂവലിസമാണ് ഏറ്റവും പ്രശസ്തം. പിന്നെ രാമാനുജാചാര്യരുടെ വിശിഷ്ടാദ്വൈതം, മധ്വാചാര്യരുടെ ദ്വൈതം ഒക്കെയുണ്ട്. അദ്വൈതത്തിന്റെ അടിസ്ഥാനാശയം ബ്രഹ്മം സത്യം ജഗത് മിഥ്യ എന്നാണല്ലോ. അതായത് ഒരേ ഒരു യാഥാർത്ഥ്യമേ ഉള്ളൂ, അത് ബ്രഹ്മമാണ്. നമ്മൾ കാണുന്ന ഈ ലോകം ഒരു തോന്നൽ മാത്രം, മായയാണ്. അങ്ങനെയല്ലേ? അതെ, അതാണ് അതിന്റെ കാതല്. അപ്പോ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യവും അതുതന്നെ. ഈ മായയെ തിരിച്ചറിഞ്ഞ്
ആത്യന്തിക സത്യമായ ബ്രഹ്മത്തെ അറിയുക. അതാണ് മോക്ഷം. അതിന് അറിവ് നേടാൻ 6 പ്രമാണങ്ങളെ അദ്വൈതം അംഗീകരിക്കുന്നുണ്ട്. പ്രത്യക്ഷം, അനുമാനം തുടങ്ങി 6 എണ്ണം. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് പഞ്ചകോശങ്ങൾ, ആത്മാവിനെ പൊതിഞ്ഞിരിക്കുന്ന 5 പാളികൾ. അത് കേട്ടിട്ടുണ്ട്. അതിന്റെ ക്രമം പ്രധാനമാണെന്ന് ഉറവിടം പറയുന്നു. പുറത്തുനിന്ന് ഉള്ളിലേക്കല്ലേ? അതെ, ആ ക്രമം ഓർത്തുവെക്കണം. ഏറ്റവും പുറത്ത് അന്നമയകോശം, നമ്മുടെ ഈ ഭൗതിക ശരീരം. അതിനുള്ളിൽ പ്രാണമയകോശം, ഊർജത്തിന്റെ പാളി. പിന്നെ മനോമയകോശം, മനസ്സിന്റെ പാളി. അതിനുമുള്ളിൽ വിജ്ഞാനമയകോശം, ബുദ്ധിയുടെ പാളി. ഏറ്റവും ഉള്ളിൽ ആത്മാവിനോട് ചേർന്ന് ആനന്ദമയകോശം, ആനന്ദത്തിന്റെ പാളി. ഈ കോശങ്ങളൊക്കെ മാറാം, പക്ഷെ ഉള്ളിലുള്ള ആത്മാവ് മാറ്റമില്ലാത്തതാണ്. ഇതാണ് ആശയം. ഓക്കേ. അപ്പോ ആസ്തിക ദർശനങ്ങളിലെ പ്രധാനപ്പെട്ടവ നമ്മൾ നോക്കി: സാഖ്യം, യോഗം, വേദാന്തം. ഇനി നാസ്തിക ദർശനങ്ങളിലേക്ക് വരാം. ബുദ്ധദർശനം, ഗൗതമ ബുദ്ധൻ, 4 ആര്യസത്യങ്ങൾ, അതാണല്ലോ ഇതിന്റെ അടിസ്ഥാനം. അതെ, ബുദ്ധദർശനത്തിന്റെ അടിത്തറ ആ 4 ആര്യസത്യങ്ങൾ തന്നെയാണ്. ലോകം ദുഃഖം നിറഞ്ഞതാണ്. ദുഃഖം. ഈ ദുഃഖത്തിന് ഒരു കാരണമുണ്ട്. അത് തൃഷ്ണ അഥവാ ആഗ്രഹമാണ്. ദുഃഖസമുദായം. ഈ ദുഃഖത്തെ ഇല്ലാതാക്കാൻ സാധിക്കും. ദുഃഖനിരോധം. അതിനൊരു വഴിയുണ്ട്. അതാണ് അഷ്ടാംഗമാർഗം, ദുഃഖനിരോധ ഗാമിനി പ്രതിപദ. ഈ 4ഉം അതിന്റെ ക്രമവും വളരെ പ്രധാനപ്പെട്ടതാണ്. അഷ്ടാംഗമാർഗം, 8 ഫോൾഡ് പാത്ത്. ആ 8 വഴികൾ എന്തൊക്കെയാണ്? അതിനെ 3 ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ടല്ലോ. ശരിയാണ്. ആ 8 മാർഗങ്ങൾ ഇവയാണ്: സമ്യക് ദൃഷ്ടി, ശരിയായ കാഴ്ചപ്പാട്; സമ്യക് സങ്കല്പം, ശരിയായ തീരുമാനം; സമ്യക് വാക്ക്, ശരിയായ സംസാരം; സമ്യക് കർമാന്തം, ശരിയായ പ്രവൃത്തി; സമ്യക് ആജീവം, ശരിയായ ജീവിതമാർഗം; സമ്യക് വ്യായാമം, ശരിയായ ശ്രമം; സമ്യക് സ്മൃതി, ശരിയായ ഓർമ്മബോധം; സമ്യക് സമാധി, ശരിയായ ഏകാഗ്രത. ഇതിനെ 3ആയി തിരിച്ചിരിക്കുന്നു. ആദ്യത്തെ 2 പ്രജ്ഞ, വിസ്ഡം എന്ന വിഭാഗത്തിൽ വരും. അടുത്ത 3 വാക്ക്, കർമ്മം, ആജീവം, ശീലം, എത്തിക്കൽ കണ്ടക്ട് എന്ന വിഭാഗത്തിൽ. അവസാനത്തെ 3 വ്യായാമം, സ്മൃതി, സമാധി, മെന്റൽ ഡിസിപ്ലിൻ, കോൺസെൻട്രേഷൻ എന്ന വിഭാഗത്തിൽ. ഈ വിഭജനവും ഓർക്കുന്നത് നല്ലതാണ്. ഓക്കെ. ബുദ്ധദർശനത്തിലെ മറ്റു പ്രധാന ആശയങ്ങൾ എന്ന് പറയുമ്പോൾ പ്രതീത്യ സമുത്പാദം, ഡിപ്പെൻഡന്റ് ഒറിജിനേഷൻ, അതായത് എല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെട്ട് കാരണങ്ങളാൽ ഉണ്ടാകുന്നതാണ് എന്ന സിദ്ധാന്തം. ക്ഷണികവാദം, എല്ലാം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു, ഒന്നും സ്ഥിരമല്ല. അനാത്മവാദം, സ്ഥിരമായ ഒരു ഞാൻ അഥവാ ആത്മാവില്ല എന്നാശയം. പിന്നെ നിർമ്മാണം, ദുഃഖത്തിൽ നിന്നുള്ള പൂർണ്ണമായ മോചനം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടവ. പിന്നെ ത്രിരത്നങ്ങളും ഓർക്കാം: ബുദ്ധൻ, ധർമ്മം, സംഘം. ശരി. അടുത്ത ഹെറ്ററോഡോക്സ് ദർശനം ജൈനമതമാണല്ലോ. വർദ്ധമാന മഹാവീരൻ ഇതിലെ അവസാനത്തെ തീർത്ഥങ്കരൻ. അഹിംസയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദർശനമാണിത്. സമ്യക് ദർശനം, ശരിയായ വിശ്വാസം; സമ്യക് ജ്ഞാനം, ശരിയായ അറിവ്; സമ്യക് ചാരിത്രം, ശരിയായ നടത്ത. അതുപോലെ പഞ്ചമഹാവ്രതങ്ങളും: അഹിംസ, സത്യം, അസ്തേയം, മോഷ്ടിക്കാതിരിക്കൽ; ബ്രഹ്മചര്യം, അപരിഗ്രഹം, ഒന്നും സ്വന്തമാക്കാതിരിക്കൽ. ഇത് യോഗയിലെ യമങ്ങളുമായി സാമ്യമുള്ളതാണ്, പക്ഷേ ജൈനമതത്തിൽ കുറച്ചുകൂടി കർശനമാണ്, പ്രത്യേകിച്ച് സന്യാസിമാർക്ക്. ജൈനമതത്തിലെ അനേകാന്തവാദം, സ്യാദ്വാദം എന്നീ ആശയങ്ങൾ കുറച്ച് വ്യത്യസ്തമായി തോന്നുന്നു. എന്താണവ? അനേകാന്തവാദം എന്നു പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിന് ഒന്നിലധികം വശങ്ങളുണ്ട് എന്ന സിദ്ധാന്തമാണ്. ഒരു കാര്യത്തെ പല കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ അത് വ്യത്യസ്തമായി കാണപ്പെടാം. എല്ലാം ആപേക്ഷികമാണ് എന്നൊരു ചിന്ത. സ്യാദ്വാദം എന്നത് നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന്റെ സാധ്യതയെയും പരിമിതിയെയും അംഗീകരിക്കുന്ന രീതിയാണ്. ഒരു പക്ഷേ അങ്ങനെയാവാം, ഈയൊരു വീക്ഷണത്തിൽ ഇത് ശരിയാണ് എന്ന മട്ടിൽ. ഒന്നിനെയും പൂർണ്ണ സത്യമായി പറയാതിരിക്കുക. പിന്നെ ജൈനമതത്തിലെ അറിവിന്റെ 5 തലങ്ങൾ മതി: ശ്രുതം, അവധി, മനഃപര്യയം, കേവലം. അതിന്റെ ക്രമവും ഓർത്തുവെക്കണം. കേവലജ്ഞാനമാണ് ഏറ്റവും ഉയർന്ന തലം, സർവജ്ഞത. ഓക്കെ. ഇന്ത്യൻ ചിന്തകളിൽ സ്വാമി ദയാനന്ദ സരസ്വതി, ഇസ്ലാമിക തത്വചിന്ത എന്നിവയെക്കുറിച്ചും ഉറവിടത്തിൽ കുറച്ച് പറയുന്നുണ്ട് അല്ലേ? പക്ഷേ അത്ര വിശദമായിട്ടല്ലെന്ന് തോന്നുന്നു. അതെ,
വളരെ ചുരുങ്ങിയ രീതിയിലേ പറയുന്നുള്ളൂ. സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമാജം സ്ഥാപിച്ചു. വേദങ്ങളിലേക്ക് മടങ്ങുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. സത്യാർത്ഥ പ്രകാശം അദ്ദേഹത്തിന്റെ പ്രധാന ഗ്രന്ഥമാണ്. DAV സ്കൂളുകൾ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇസ്ലാമിക തത്വചിന്തയിലെ മക്തബ് പ്രൈമറി തലം, മദ്രസ ഉയർന്ന തലം എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്. ശരി, ഇതുവരെ നമ്മൾ കണ്ട ഇന്ത്യൻ ദർശനങ്ങളിൽ മിക്കതും ഒരാത്മീയ തലത്തിനോ മോക്ഷത്തിനോ ഒക്കെ പ്രാധാന്യം നൽകുമ്പോൾ, ഇനി നമ്മൾ പാശ്ചാത്യ ചിന്തകളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഈ ലോകത്തിനും യുക്തിക്കും സാമൂഹിക യാഥാർത്ഥ്യങ്ങൾക്കുമൊക്കെ ഊന്നൽ നൽകുന്നതായി കാണാമല്ലേ? ഐഡിയലിസം, റിയലിസം, നാച്ചുറലിസം അങ്ങനെ പോകുന്നു. ശരിയാണ്. ഒരു വ്യത്യാസം കാണാം. നമുക്ക് പ്രധാനപ്പെട്ട പാശ്ചാത്യ ചിന്താധാരകളെ പെട്ടെന്നൊന്ന് നോക്കാം. ഉറവിടത്തിൽ പറയുന്ന ക്രമത്തിൽ ഐഡിയലിസം. ഇവിടെ ആശയങ്ങൾക്കാണ് പ്രാധാന്യം. മനസ്സാണ് റിയാലിറ്റി. ആത്മീയ ലോകമാണ് യഥാർത്ഥം. മൂല്യങ്ങൾ, സത്യം, ശിവം, സുന്ദരം ഇവയൊക്കെ ശാശ്വതമാണ്. പ്ലേറ്റോ ഇതിന്റെ പ്രധാന വക്താവാണ്. നമ്മുടെ ഗാന്ധിജി, വിവേകാനന്ദൻ, അരബിന്ദോ ഇവരിലൊക്കെ ഇതിന്റെ സ്വാധീനം കാണാം. റിയലിസമോ? അത് ഐഡിയലിസത്തിന്റെ വിപരീതമാണോ? ഒരു തരത്തിൽ അതെ. റിയലിസം പറയുന്നത് ഭൗതിക ലോകമാണ് യാഥാർത്ഥ്യമെന്നാണ്. നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന ലോകം. ശാസ്ത്രീയമായ അറിവിനാണ് പ്രാധാന്യം. അരിസ്റ്റോട്ടിലാണ് ഇതിന്റെ പ്രധാന ചിന്തകൻ. നാച്ചുറലിസം. ഇവിടെ പ്രകൃതിയാണ് എല്ലാം. പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് പ്രധാനം. മനുഷ്യൻ പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രം. കൃത്രിമത്വത്തെ ഒഴിവാക്കുക. സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുക. റൂസോയാണ് പ്രധാന വക്താവ്. ഫോളോ നേച്ചർ എന്നതാണ് ആശയം. അപ്പോൾ പ്രാഗ്മാറ്റിസമോ? അത് കൂടുതൽ പ്രായോഗികതയ്ക്ക് ഊന്നൽ നൽകുന്ന ഒന്നാണെന്ന് തോന്നുന്നു. അതെ, പ്രാഗ്മാറ്റിസം ഇവിടെ പ്രായോഗികത, അനുഭവം, ഫലം എന്നിവയ്ക്കാണ് പ്രാധാന്യം. യാഥാർത്ഥ്യം സ്ഥിരമല്ല, അത് മാറിക്കൊണ്ടിരിക്കും. ഒരാശയം ശരിയാണോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ പ്രയോജനം നോക്കിയാണ്. ജോൺ ഡ്യൂയിയാണ് ഇതിലെ പ്രധാനി. അദ്ദേഹത്തിന്റെ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന ആശയം വളരെ പ്രശസ്തമാണ്. പ്രോജക്റ്റ് മെത്തേഡൊക്കെ ഇതിന്റെ ഭാഗമാണ്. എക്സിസ്റ്റൻഷ്യലിസം. ഇത് കുറച്ചുകൂടി വ്യക്തിഗതമായ ഒന്നാണ്. വ്യക്തിയുടെ അസ്തിത്വത്തിനാണ് പ്രാധാന്യം. ഓരോ വ്യക്തിയും സ്വന്തം ജീവിതം തെരഞ്ഞെടുപ്പുകളിലൂടെ രൂപപ്പെടുത്തുന്നു. സ്വാതന്ത്ര്യം, ഉത്തരവാദിത്വം, ഉത്കണ്ഠ എന്നിവ പ്രധാന വിഷയങ്ങളാണ്. എക്സിസ്റ്റൻസ് പ്രിസീഡ്സ് എസെൻസ് എന്നത് ഒരു പ്രധാന വാക്യമാണ്. കീർക്കഗാർഡ്, സാർത്ര് എന്നിവർ പ്രധാന ചിന്തകരാണ്. മാർക്സിസം അതും പറയുന്നുണ്ടല്ലോ. ഉണ്ട്. മാർക്സിസം ഇത് സാമൂഹിക സാമ്പത്തിക ഘടനയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. സമൂഹത്തിലെ വർഗസമരം, ഭൗതികവാദം എന്നിവ അടിസ്ഥാന ആശയങ്ങളാണ്. വിദ്യാഭ്യാസം എന്നത് സാമൂഹിക മാറ്റത്തിനുള്ള ഒരു ഉപകരണമാണ്. നിലവിലുള്ള വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യാനും മാറ്റം വരുത്താനും വിദ്യാഭ്യാസം സഹായിക്കണം എന്ന് മാർക്സിസം പറയുന്നു. കാൾ മാർക്സ് ആണ് സ്ഥാപകൻ. ഈ ഓരോ ചിന്താധാരയും വിദ്യാഭ്യാസത്തെ വ്യത്യസ്തമായാണ് കാണുന്നതല്ലേ? ലക്ഷ്യങ്ങൾ, പാഠ്യപദ്ധതി, അധ്യാപകന്റെ റോളൊക്കെ മാറും. തീർച്ചയായും. ഐഡിയാലിസത്തിൽ അധ്യാപകൻ ഒരു മാതൃകയും വഴികാട്ടിയുമാണ്. വലിയ പങ്കുണ്ട്. എന്നാൽ നാച്ചുറലിസത്തിൽ അധ്യാപകൻ ഒരു നിരീക്ഷകൻ, അല്ലെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാക്കുന്നൊരാൾ, ഫെസിലിറ്റേറ്റർ മാത്രമാണ്. പ്രകൃതിയാണ് യഥാർത്ഥ അധ്യാപിക. റിയലിസം ശാസ്ത്രവിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ ഐഡിയാലിസം കല, സാഹിത്യം, മതം തുടങ്ങിയവയ്ക്ക് നൽകുന്നു. പ്രാഗ്മാറ്റിസം സാമൂഹിക പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പാഠ്യപദ്ധതിക്ക് ഊന്നൽ നൽകുന്നു. ഈ വ്യത്യാസങ്ങൾ ഓർത്തുവെക്കണം. ശരി, ഇനി വിദ്യാഭ്യാസത്തിന്റെ സാമൂഹിക വശങ്ങളെക്കുറിച്ച് പറയുന്ന ചില സിദ്ധാന്തങ്ങൾ ഉറവിടത്തിൽ കാണുന്നുണ്ട്. സിംബോളിക് ഇന്ററാക്ഷനിസം, സ്ട്രക്ചറൽ ഫങ്ഷണലിസം, കോൺഫ്ലിക്റ്റ് തിയറി. ഇവ എന്താണ് ചുരുക്കത്തിൽ? ഇവ മൂന്നും സമൂഹത്തെയും അതിൽ വിദ്യാഭ്യാസത്തിന്റെ സ്ഥാനത്തെയും മനസ്സിലാക്കാൻ സഹായിക്കുന്ന സാമൂഹികശാസ്ത്ര കാഴ്ചപ്പാടുകളാണ്. സിംബോളിക് ഇന്ററാക്ഷനിസം. ആളുകൾ തമ്മിലുള്ള ദൈനംദിന ഇടപെടലുകൾക്കാണ് ഇവിടെ പ്രാധാന്യം. ഭാഷ, ചിഹ്നങ്ങൾ, ആംഗ്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ അർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു, പങ്കുവെക്കുന്നു എന്ന് ഇത് പഠിക്കുന്നു. സമൂഹം എന്നത് ഈ ഇടപെടലുകളിലൂടെ നിരന്തരം രൂപപ്പെടുന്ന ഒന്നാണ്. ഓക്കെ, സ്ട്രക്ചറൽ ഫങ്ഷണലിസമോ? സ്ട്രക്ചറൽ ഫങ്ഷണലിസം ഇത് സമൂഹത്തെ ഒരു ജീവനുള്ള ശരീരം പോലെയാണ് കാണുന്നത്. ഓരോ ഭാഗത്തിനും കുടുംബം, വിദ്യാഭ്യാസം, മതം, സാമ്പത്തിക വ്യവസ്ഥ, അതിൻ്റേതായ ധർമ്മം, ഫങ്ഷനുണ്ട്.
ഇവയെല്ലാം ചേർന്ന് സമൂഹത്തെ നിലനിർത്തുന്നു. വിദ്യാഭ്യാസം കുട്ടികളെ സാമൂഹിക നിയമങ്ങളും മൂല്യങ്ങളും പഠിപ്പിക്കാനും അവരെ സമൂഹത്തിലെ വിവിധ റോളുകൾക്ക് തയ്യാറാക്കാനും സഹായിക്കുന്നു നൻശകരിക്കുന്നു. ഒരു സ്ഥിരത നിലനിർത്താനാണ് ഇത് ശ്രമിക്കുന്നത്. കോൺഫ്ലിക്റ്റ് തിയറി ഇതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. അതെ, കോൺഫ്ലിക്റ്റ് തിയറി ഇത് സമൂഹത്തിൽ എപ്പോഴും അധികാരത്തിനും വിഭവങ്ങൾക്കും വേണ്ടിയുള്ള മത്സരവും സംഘർഷവുമുണ്ടെന്ന് പറയുന്നു. സമൂഹമെന്നത് സ്ഥിരതയുള്ള ഒന്നല്ല, മറിച്ച് വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ വേദിയാണ്. വിദ്യാഭ്യാസം പലപ്പോഴും സമൂഹത്തിലെ അധികാരഘടനയെയും അസമത്വങ്ങളെയും നിലനിർത്താനും പുനരുൽപ്പാദിപ്പിക്കാനുമാണ് സഹായിക്കുന്നത് എന്നും ഈ തിയറി വാദിക്കുന്നു. കാൾ മാർക്സിന്റെ ചിന്തകളാണ് ഇതിന് അടിസ്ഥാനം. സോഷ്യൽ മൊബിലിറ്റി, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ പോലുള്ള ആശയങ്ങളും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രധാനമാണെന്ന് തോന്നുന്നു. തീർച്ചയായും. സോഷ്യൽ മൊബിലിറ്റി എന്നു പറഞ്ഞാൽ ഒരു വ്യക്തിക്കോ ഗ്രൂപ്പിനോ സമൂഹത്തിലെ ഒരു സ്ഥാനത്തുനിന്ന് സാമ്പത്തികമോ സാമൂഹികമോ ആയ തട്ട് മറ്റൊന്നിലേക്ക് മാറാൻ കഴിയുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാഭ്യാസം പലപ്പോഴും ഈ മൊബിലിറ്റിക്കുള്ള ഒരു പ്രധാന വഴിയാണ്. സ്ട്രാറ്റിഫിക്കേഷൻ എന്നത് സമൂഹത്തിലെ ആളുകളെ അധികാരം, സമ്പത്ത്, പ്രസ്റ്റീജ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ പല തട്ടുകളായി തിരിച്ചിരിക്കുന്നതിനെയാണ് പറയുന്നത്. സംസ്കാരവും കൾച്ചർ, വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഉറവിടത്തിൽ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. സംസ്കാരം എന്നത് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറി വരുന്ന അറിവ്, വിശ്വാസം, കല, നിയമം, മൂല്യങ്ങൾ, ആചാരങ്ങൾ ഒക്കെ ചേർന്നതാണ്. ലിൻടൺ സംസ്കാരത്തെ മനുഷ്യന്റെ സാമൂഹിക പൈതൃകം എന്ന് വിളിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം ഈ സംസ്കാരത്തെ സംരക്ഷിക്കുകയും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നു. അതേസമയം വിദ്യാഭ്യാസം സംസ്കാരത്തിൽ മാറ്റങ്ങൾ വരുത്താനും സഹായിക്കും. വളരെ നന്നായി വിശദീകരിച്ചു. ഇനി ഉറവിടത്തിൽ എടുത്തു പറയുന്ന ചില പ്രധാന വിദ്യാഭ്യാസ ചിന്തകരെയും അവരുടെ പ്രധാന ആശയങ്ങളെയും കൂടിയൊന്ന് പെട്ടെന്ന് നോക്കിയാലോ? പരീക്ഷയ്ക്ക് ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ. ശരി. ഉറവിടം അനുസരിച്ചിൽ പ്രധാനപ്പെട്ട ചിലർ. സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിന്റെ പ്രധാന ആശയം മാൻ മേക്കിംഗ് എഡ്യൂക്കേഷനാണ്. മനുഷ്യനെ ശാരീരികമായും മാനസികമായും ആത്മീയമായും വളർത്തുന്ന വിദ്യാഭ്യാസം. പ്രായോഗിക വേദാന്തം. രവീന്ദ്രനാഥ ടാഗോർ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. ഗീതാഞ്ജലിക്ക് നോബൽ സമ്മാനം കിട്ടി. പ്രകൃതിയോടിണങ്ങിയ സന്തോഷകരമായ പഠനത്തിന് പ്രാധാന്യം നൽകി. മഹാത്മാഗാന്ധി അടിസ്ഥാന വിദ്യാഭ്യാസം, ബേസിക് എഡ്യൂക്കേഷൻ അഥവാ നൈ താലീം, തൊഴിലുമായി ബന്ധിപ്പിച്ച വിദ്യാഭ്യാസം. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മകഥ. അരബിന്ദോ ഘോഷ് ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ അഥവാ സമഗ്ര വിദ്യാഭ്യാസം. ശാരീരികം, പ്രാണികം, മാനസികം, ആന്തരികം, ആത്മീയം എന്നീ 5 തലങ്ങളെയും സ്പർശിക്കുന്ന വിദ്യാഭ്യാസം. ലൈഫ് ഡിവൈൻ സാവിത്രി പ്രധാന കൃതികൾ. പോണ്ടിച്ചേരി ആശ്രമം സ്ഥാപിച്ചു. ജിദ്ദു കൃഷ്ണമൂർത്തി പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും അപ്പുറം ജീവിതത്തെയും സ്വയത്തെയും ഭയമില്ലാതെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിദ്യാഭ്യാസത്തിനു വേണ്ടി വാദിച്ചു. പൗലോ ഫ്രെയർ ബ്രസീലുകാരനായ ചിന്തകൻ. പ്രശസ്തമായ പുസ്തകമാണ്. വിദ്യാർത്ഥികളെ വെറും വിവരങ്ങൾ നിക്ഷേപിക്കാനുള്ള പാത്രങ്ങളായി കാണുന്ന ബാങ്കിംഗ് വിദ്യാഭ്യാസ രീതിയെ ശക്തമായി വിമർശിച്ചു. പകരം പ്രശ്നാധിഷ്ഠിത വിദ്യാഭ്യാസം മുന്നോട്ടുവെച്ചു. പ്രാക്സിസ്, അതായത് ചിന്തയും പ്രവൃത്തിയും ഒരുമിച്ചു പോകുന്നത് എന്ന ആശയം പ്രധാനമാണ്. നെൽ നോഡിങ്സ് അമേരിക്കൻ ഫെമിനിസ്റ്റ് ചിന്തക. എത്തിക്സ് ഓഫ് കെയർ അഥവാ പരിരക്ഷയുടെ നീതിശാസ്ത്രം എന്ന ആശയം വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്നു. പരസ്പര ബന്ധങ്ങൾക്കും കരുതലിനും പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസം. കൊള്ളാം. അപ്പോ ഇന്ത്യൻ പാശ്ചാത്യ തത്വചിന്തകളിലെയും സാമൂഹ്യശാസ്ത്ര സമീപനങ്ങളിലെയും പ്രധാന ആശയങ്ങളിലൂടെ നമ്മളൊരു യാത്ര നടത്തി. വിദ്യാഭ്യാസത്തെ ഇവ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ചർച്ച നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു. തീർച്ചയായും. ഈ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ അറിയുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ നമ്മളെ സഹായിക്കും. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ പ്രധാന ആശയങ്ങൾ, ചിന്തകർ, അവരുടെ വാക്കുകൾ, പുസ്തകങ്ങൾ ഇതൊക്കെ ഓർത്തുവെക്കുന്നത് വളരെ ഉപകാരപ്രദമാകും. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി. നമ്മളിപ്പോൾ സംസാരിച്ചത് അധികവും ഒരു പരിധിവരെ പരമ്പരാഗതമായ വിദ്യാഭ്യാസ രീതികളെ സ്വാധീനിച്ച ആശയങ്ങളാണ്. എന്നാൽ ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത്
ഓൺലൈൻ പഠനമൊക്കെ സർവ്വസാധാരണമാകുമ്പോൾ ഈ തത്വചിന്തകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഉദാഹരണത്തിന്, ജോൺ ഡൂയിയുടെ ലേണിംഗ് ബൈ ഡൂയിങ് ഓൺലൈൻ ക്ലാസ്സിൽ എങ്ങനെ നടപ്പാക്കും? അല്ലെങ്കിൽ റൂസോ പറഞ്ഞ പ്രകൃതിയോടിണങ്ങിയ പഠനം സ്ക്രീനിന് മുന്നിലിരുന്ന് എങ്ങനെ സാധ്യമാകും? ഇതൊന്ന് ആലോചിച്ച് നോക്കാവുന്നതാണല്ലേ? തീർച്ചയായും വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഈ പഴയ ആശയങ്ങളെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെ വ്യാഖ്യാനിക്കാം, പ്രാവർത്തികമാക്കാം എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്. അതെ. അപ്പോൾ അടുത്ത വിശകലനത്തിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.